ഹലോ കൂട്ടുകാരെ, ഇന്ന് ലഞ്ച് ബോക്സ് സീരീസ് നമ്പർ 3 ക്യാപ്സിക്കം ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ക്യാപ്സിക്കം ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ നോക്കാം. ഇതിനകത്ത് ബസ്മതി റൈസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിനകത്ത് പൊന്നിയരിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ പൊന്നിയരി എടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്നിയരി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം 1 കപ്പ് പൊന്നിയരി എടുക്കുവാണെങ്കിൽ അതിനകത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണേ. നമ്മൾ ഏത് റൈസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, പൊന്നിയരിയും അതുപോലെ തന്നെ കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറ് നല്ല ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ലപോലെ വേവാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, നമ്മുടെ തക്കാളി, ഇത്രയും സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് ഞാൻ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുക, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ചേർക്കുന്ന ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് മാത്രം നമ്മൾ പച്ചക്കറിക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി തീ കുറച്ച് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുക. ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ നമ്മുടെ തക്കാളിക്ക് ഒന്ന് സ്മാഷായിട്ട് വന്നാൽ മതി. അതിനുശേഷം ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല പകരം നിങ്ങൾക്ക് ബിരിയാണി മസാല ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടാണെങ്കിലും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ബിരിയാണി മസാല ആണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഓരോന്ന് മാറുന്ന സമയത്ത് നമ്മുടെ പൊന്നിയരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ നമ്മുടെ പൊന്നിയരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്, ചോറ് എടുത്തിരിക്കുന്നത് 2 കപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നല്ലതുപോലെ ഇട്ട് വഴറ്റിയൊന്ന് അതിനകത്ത് ഒരു വെള്ളമയമൊക്കെ മാറണം. ചോറിനകത്ത് വെള്ളമൊന്നുമില്ല, എന്നാലും നമ്മൾ കുക്കറിനകത്ത് ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് ഇതായിട്ടിരിക്കുന്നതുകൊണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാപ്സിക്കം ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും ഒരുപോലെ റൈസ് ഉണ്ടാക്കുന്നതിന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്.